ഓൾറെഡി മകനുള്ള പ്രായമായ ഒരാളെ നമ്മുടെ ഹീറോയിൻ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞ് കെട്ടിയവൻ പല വഴിക്ക് പോകും. ആ ടൈമിലെല്ലാം ഹീറോയിനും ആ പയ്യനും തമ്മിലൊരു അഫെയർ ഉണ്ടാകും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് 1998 പുറത്തിറങ്ങിയിട്ടുള്ള ദ സെക്കൻഡ് വൈഫ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാറുകൾ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ജോഡി ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹീറോയിൻ അന്നയും അവളുടെ പുതിയ ഹസ്ബൻഡ് ഫോസ്കോയ്ക്ക് ഇത് സെക്കൻഡ് വൈഫുമാണ്, അന്നയ്ക്ക് ഇത് സെക്കൻഡ് ഹസ്ബൻഡുമാണ്. അന്നയ്ക്ക് ഓൾറെഡി ഒരു പെൺകുട്ടിയും ഉണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ പാർട്ടി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ സൗന്ദര്യത്തെ പറ്റി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോസ്കോയോട് എല്ലാവർക്കും ഒരു അസൂയം തോന്നും. അപ്പോഴാണ് അവിടെ എല്ലാവരും കല്യാണ ഫോട്ടോ എടുക്കുന്നത്. ആ ടൈമിലാണ് ഫോസ്കോ അവൻ്റെ മകനെ വിളിക്കുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഈ സിനിമയിലെ ഹീറോ. ഇവൻ കുറച്ച് ഷൈ ആയിട്ടുള്ളവനാണ്. ഇവൻ്റെ അച്ഛൻ 50-ാം വയസ്സിൽ കല്യാണം കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വൈഫായിട്ടുള്ള ഹീറോയിനെ കണ്ടുടനെ തന്നെ ഇവൻ ഇങ്ങനെ അവളെ നോക്കിയിരിക്കും. അതുപോലെ തന്നെ അവളും നോക്കും. അന്ന് രാത്രി ഫോസ്കോ വൈഫുമായിട്ട് പരിപാടി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിക്കുന്നത്. ഇവൻ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, വേഗം വാടാ, ഒരു ഇമ്പോർട്ടൻറ്റ് ജോലി ഉണ്ടെന്ന്. അങ്ങനെ ഫോസ്കോ അവൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് ഇവൻ്റെ കൂടെ പോകും. രണ്ടുപേരും അവിടെ നിന്ന് ഒരു ചുടുകാട് പോലത്തെ സ്ഥലത്തേലും. ആക്ച്വലി ഇതൊരു ആർക്കിയോളജിക്കൽ പ്ലേസ് ആണ്. ഇവന്മാരവിടെ വലിയൊരു തുളയിട്ടിട്ട് അകത്തു നിന്നോ മോഷ്ടിക്കാനാണ് പ്ലാൻ. ആ ടൈമിൽ തന്നെയാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹസ്ബൻഡാ വന്നതോർത്ത് ഹീറോയിൻ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ. അങ്ങനെ ഹീറോ അവളോടൊരു ബൈ പറഞ്ഞിട്ട് പോകും. അതായത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഹസ്ബൻഡും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഉറങ്ങിക്കിടന്ന് അവളെ വിളിച്ചെണീപ്പിച്ചിട്ട് അവൻ പരിപാടി നടത്തും. പിറ്റേ ദിവസം പിള്ളേരെല്ലാം ബീച്ചിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ സ്റ്റെല്ല വന്നിട്ട് സ്കൂട്ടി ലെറ്റർ വെച്ചിട്ട് പോകുന്നത്. ഇവള് നമ്മുടെ ഹീറോയെ വൺ സൈഡായിട്ട് ലൈൻ അടിക്കുന്ന ഒരുത്തിയാണ്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് എപ്പോഴും ഇഷ്ടം ആൻറ്റിമാരെയാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ഹീറോയുടെ കൂട്ടുകാരെല്ലാം ലെറ്റർ കണ്ടിട്ട് അവനെ ഇട്ട് കളിയാക്കും. ഇത് കേട്ടിട്ട് അവൻ കലിപ്പായിട്ട് അവിടെ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഹീറോയുടെ അച്ഛനും വൈഫും കൂടെ പാരീസിലേക്ക് പോകും. കാരണം പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ, ഒരു ഹണിമൂണൊക്കെ വേണ്ടേ. അപ്പോൾ ഇവർ ഹണിമൂണിന് പോയ ടൈമിൽ അവിടുത്തെ നാട്ടുകാരെല്ലാം ഇവർ പാരീസിൽ ചെന്നിട്ട് എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നൊക്കെ സംസാരിക്കും. ഇത് കേട്ടുടനെ ഹീറോ അവൻ്റെ അച്ഛനെ പറ്റി ഓർത്ത് ദേഷ്യപ്പെടും. കാരണം അവരുടെ കുടുംബത്തിൻ്റെ കാര്യം ഇപ്പം നാട്ടുകാർ സംസാരിച്ച് നടക്കുമല്ലേ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരും. പക്ഷേ അവരെ പിക്കപ്പ് ചെയ്യാൻ നമ്മുടെ ഹീറോ എത്തത്തില്ല. ഇവൻ്റെ അച്ഛനും അവനെ പ്രതീക്ഷിച്ചായിരുന്നെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് അവൻ്റെ അച്ഛൻ ചെന്നിട്ട് അവൻ്റെ ഏജിന് പറ്റിയൊരു ഗിഫ്റ്റ് കൊടുക്കും. പുള്ളി ഒരു നല്ലവനാണെന്നാണ് തോന്നുന്നത്. പിന്നീട് ഹീറോയും അവൻ്റെ അച്ഛനും കൂടെ ഓയിൽ എന്തോ നിറച്ച ചരക്കുകളെടുത്ത് ലോറിയിലേക്ക് വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ പറയും, വലുതെല്ലാം ആദ്യം വരണ്ടേ, ചെറുത് അവസാനമാണ് വരണ്ടേ, അതുകൊണ്ട് നീ ഒന്നുകൂടെ എല്ലാം ഇറക്കിയിട്ട് വീണ്ടും കയറ്റി വെക്കാൻ പറയും. ഇത് കേട്ട ഉടനെ ഹീറോ ചോദിക്കും, എങ്കിൽ ഇത് ആദ്യം പറയട്ടെ എന്ന്. ഉടനെ അവൻ്റെ അച്ഛൻ പറയും, ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കണ്ടേ, നിനക്കത്ര ബുദ്ധിയില്ലേന്ന് ചോദിച്ച് കുറേ ആൻറ്റിമാരുടെ മുന്നിൽ വെച്ച് കളിയാക്കും. ഇത് കേട്ടിട്ട് ഹീറോയിനും എന്തോ പോലെ തോന്നും. അന്നേരത്ത് ഹീറോയിൻ ഫോസ്കോയോട് പറയും, ഇനി അവനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ വഴക്ക് പറയല്ലെന്ന്. ഇത് കേട്ടിട്ട് അവനും ഓക്കെ പറയും. ഇനി എന്ത് വേണം, വീണ്ടും അവർ തമ്മിൽ പരിപാടി. പിറ്റേ ദിവസം ഹീറോയുടെ അച്ഛൻ ലോഡ് എടുക്കാൻ പോകും. ആ ടൈമിൽ തന്നെ ഹീറോയിനെ ഒരു പ്രത്യേക ലുക്കിൽ കാണും. അതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം കണ്ണ് നമ്മുടെ ഹീറോയിൻ്റെ മേലെയാണ്. അന്ന് തന്നെ ഹീറോയിൻ മോളെ അന്വേഷിച്ച് അവളുടെ മുറി ചെല്ലുമ്പോൾ മോൾ അവിടെ ഇല്ല. ഉടനെ ഹീറോയുടെ അടുത്ത് ചെല്ലുമ്പോൾ മോള് ഹാപ്പി ആയിട്ട് ഹീറോയുടെ കൂടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടൈം ഹീറോയിൻ ഒന്ന് ഷോക്കാവും. കാരണം ഹീറോ ഒരു ജഡ്ഡിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ലുക്കിലായിരുന്നു അവിടെ കിടന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ലോഡൊക്കെ ഇറക്കിയിട്ട് അവൻ്റെ അച്ഛനും തിരിച്ചു വരും. പിറ്റേ ദിവസം ഹീറോയിനോട് ചോദിക്കും, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണോ എന്ന്. ഹീറോയിൻ പറയും, എനിക്ക് റൊമാൻറ്റിക് ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഹീറോയിൻ എന്തൊക്കെയോ പറയാൻ പോവാണെന്നാണ് തോന്നുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോയുടെ അച്ഛൻ ആർക്കിയോളജിക്കൽ പ്ലേസിൽ നിന്ന് ഒരു പഴയ രാജാവിൻ്റെ പ്രതിമയുടെ തല എടുക്കും. ഇതിന് സ്വർണത്തേക്കാൾ വിലയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം പുറത്തിറങ്ങിയ ഹീറോയെ പോലീസ് പിടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ടാണോ എന്തോ അതിപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെ ബീച്ചിൽ പോയി ഹീറോയും ഫ്രണ്ട്സും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്മാർ കുറേ അഡൽറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അന്ന് രാത്രി ഹീറോയിനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ മണ്ടയിൽ ഇരുന്നിട്ട് ഹീറോയിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് തലയെടുത്ത കുറ്റത്തിന് നമ്മുടെ ഹീറോയുടെ അച്ഛനെ പോലീസ് പൊക്കിക്കൊണ്ടുപോകും. ജയിലിൽ ചെന്ന് ഹീറോയിൻ എത്ര ചോദിച്ചാലും പുള്ളി പറയും, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വെളിയിൽ വരുമെന്ന്. ഇത് കേട്ടോടത്തെ ഹീറോ ചോദിക്കും, വക്കീലിനെ വല്ലതും വെക്കണമെന്ന്. ഉടനെ തന്നെ പുള്ളി ചൂടായിട്ട് പറയും, ഒന്നിൻ്റെ ആവശ്യമില്ല, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വെളിയിൽ വരുമെന്ന്. കെട്ടിയവൻ ജയിലിൽ പോയ സമയം നാട്ടിലുള്ള എല്ലാ അമ്മമാരും നമ്മുടെ ഹീറോയിനെ വളയ്ക്കാൻ നോക്കും.
പക്ഷേ നമ്മുടെ ഹീറോയിൻ അതൊന്നും കാര്യമാക്കത്തില്ല. അങ്ങനെ കെട്ടിയവൻ ജയിലിൽ പോയിട്ട് ഒരാഴ്ചയോളമായി. ഹീറോയിൻ കാണാൻ ചെല്ലുമ്പം പോലീസുകാർ പിടിച്ചിടിച്ചുകൊണ്ട് ഇവൻ്റെ മുഖം ഫുള്ള് വീങ്ങിയിരിക്കുക. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ കിടന്ന് ഉടനെ പുള്ളി അവളെ വഴക്ക് പറയുകയും ചെയ്യും. അങ്ങനെ അവൾ ആ വിഷമത്തിൽ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ആദ്യം ഇതൊന്നും നമ്മുടെ ഹീറോയിൻ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഹീറോ ചെന്ന് സംസാരിച്ച് കഴിയുമ്പം അവളും ആ പാർട്ടി പങ്കെടുക്കും. പിറ്റേ ദിവസം തൊട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന പേരിൽ എല്ലാവരും വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഹീറോ നോട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഒരു 2 മണിയായിട്ടുണ്ടായിരിക്കും. ഹീറോയിൻ വന്നിട്ട് ചോദിക്കും, നീ എന്തായിട്ട് ഇതുവരെ ഉറങ്ങാത്തതന്നെ? ഹീറോ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ലൈഫിനെ പറ്റി ഓർത്ത് പേടിയാണെന്ന് പറഞ്ഞ കാര്യം. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിനും എന്തോ പോലെ തോന്നും. പിറ്റേ ദിവസം എല്ലാവരും ഓയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പം ഹീറോയിൻ ഒരു ബോട്ടിലെടുക്കാനായിട്ട് അകത്തേക്ക് ചെല്ലും. അപ്പം നമ്മുടെ ഹീറോയുടെ കണ്ണിൽ എന്തോ പോയെന്ന് പറയുമ്പോൾ ഹീറോയിൻ ക്ലീൻ ചെയ്യാനായിട്ട് അത് ഊതും. ആ ടൈമിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വന്നിട്ട് രണ്ടുപേരും കിസ് അടിക്കും. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് എന്തോ പോലെ തോന്നിയിട്ട് പോവും. അന്ന് രാത്രി ഹീറോയിൻ അതോർത്ത് ഒരുപാട് ഫീലായിട്ട് കിടന്ന കാര്യം. പിറ്റേ ദിവസം രാവിലെ ഹീറോ വന്നിട്ട് അവളോട് ചോദിക്കും, ഇന്നലെ ചെയ്ത പോലെ ഒന്നുകൂടെ കിസ് ചെയ്താലോ എന്ന്. ഇത് കേട്ടിട്ട് അവൾ അവനോട് കുറേ ചൂടായിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോയി. അന്ന് നൈറ്റ് ഹീറോയിൻ്റെ അടുത്ത് സംഭവം ചെയ്യാനായിട്ട് വിളിക്കും. പക്ഷേ ഹീറോയിൻ കതക് തുറക്കത്തില്ല. കാരണം അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ ചതിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എണീറ്റ് വരുമ്പോൾ രാത്രി മൊത്തം സംഭവം ചോദിച്ച് ഹീറോ അവിടെ കിടക്കുന്നു. ഹീറോയിൻ അവനെ എണീപ്പിച്ചിട്ട് പറയും, ഇനി മേലെ ഇതുപോലെ ചോദിച്ചു പോകല്ലെന്ന്. അന്ന് ഹീറോ അനിയത്തിയോട് ചോദിക്കും, സിനിമയ്ക്ക് പോയാലോ എന്ന്. അങ്ങനെ അനിയത്തി ചെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവൾ പോകണ്ടെന്ന് പറഞ്ഞ് 2 അടി കൊടുക്കും. ഇത് കാരണം ആ കുട്ടി കുറേ കഴിഞ്ഞിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കത്തില്ല, അങ്കിളിൻ്റെ വീട്ടിൽ പോവാണെന്ന്. അന്ന് രാത്രി ഹീറോയോട് പറയും, ഇനി മേലെ എൻ്റെ മോളെ ശല്യം ചെയ്ത് നടക്കല്ലേ, നിൻ്റെ അച്ഛൻ വരുന്നോടം പറയാം, നീ ഇനി അങ്കിളിൻ്റെ വീട്ടിൽ പോയി താമസിച്ചാൽ മതി എന്ന് പറയും. ഇതെല്ലാം കാരണം ഹീറോ കൂട്ടുകാരുടെ കൂടെ നല്ല രീതിക്ക് വെള്ളമടിക്കും. അവിടുന്ന് നേരെ വീട്ടിൽ വരുമ്പോൾ വീട് പൊട്ടി കിടക്കുന്നു. ഉടനെ തന്നെ ഇവൻ തലകൊണ്ട് ജനലിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ട് അകത്ത്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ ഓടി വരുമ്പോൾ ഇവൻ വെള്ളമടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഹീറോയിൻ ഉടനെ ഇവൻ്റെ തലയിലെ മുറിവിന് മരുന്ന് വെക്കാൻ നേരം അവൻ പറയും, ഞാനിപ്പോൾ വീട് വിട്ട് വെളിയിൽ പോയാൽ പോയതെന്ന് ചോദിച്ച് കാര്യം. ഈ ഫ്ലോയിൽ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടവും പറയും. ഉടനെ തന്നെ ഹീറോയിൻ അവനെ കെട്ടിപ്പിടിക്കും. പിന്നെ അവർ തമ്മിലുള്ള പരിപാടിയോടെ കഴിയും. പിറ്റേ ദിവസം രണ്ടുപേരും അടുക്കളയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ സൗണ്ട് കേൾക്കുന്നത്. ഹീറോ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ സ്റ്റെല്ല നിൽക്കുന്നു. സ്റ്റെല്ല അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയോട് പറയും, നമ്മൾ നടത്തിയ എല്ലാ പരിപാടിയും സ്റ്റെല്ല കണ്ടിട്ടുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ഹീറോ പറയും, അവൾ അങ്ങനെ ആരോടും പറയത്തില്ല, എനിക്ക് ഉറപ്പാണെന്ന് പറയും. സ്റ്റെല്ലയെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിശ്വാസമാണെന്ന് അങ്ങനെ ഹീറോയിന് പിടികിട്ടും. പിന്നെ വീണ്ടും ഒരു പരിപാടി നടത്തും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആൻറ്റി ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും. ഇത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ അനിയത്തിയാണ്. പുള്ളിക്കാരി അവിടെ വന്നിട്ട് ഹീറോയുടെ അച്ഛൻ റിലീസാകാൻ പോവാന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയുമായിട്ട് പരിപാടിയൊക്കെ നടത്തി എന്നുള്ള കാര്യം ആൻറ്റിയുടെ അടുത്ത് പറയും. ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെ ഫേസ് ചെയ്യാൻ മടിയാണെന്നും പറയും. ഇതെല്ലാം കേട്ടിട്ട് ആൻറ്റി പറയും, നീ പറഞ്ഞത് ആരടുത്തും പറയട്ടെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ ഹീറോയുടെ അച്ഛൻ ജയിലിൽ നിന്ന് റിലീസായി വരുമ്പോൾ വലിയ പാർട്ടിയൊക്കെ നടത്തി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മുടെ ഹീറോയിനും ഒഴികെ. ഹീറോയിൻ ചെയ്തതെല്ലാം ഓർത്തിട്ട് വിഷമത്തോടെ ഇരിക്കും. ഹീറോ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഓർത്ത് വിഷമത്തോടെ ഇരിക്കും. അന്ന് കുറേ നാൾ കൂടി വന്നുകൊണ്ട് ഹീറോയുടെ അച്ഛൻ നല്ലപോലെ വെള്ളമടിച്ചിട്ട് ബീറ്റിൽ പോയിരിക്കും. ആ ടൈമിലാണ് സ്റ്റെല്ല അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഹീറോയും തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പിനെ പറ്റിയെല്ലാം പുള്ളിയുടെ അടുത്ത് പറയും. ഇതെല്ലാം കേട്ടിട്ട് പുള്ളി സെഡായിട്ട് വീട്ടിലേക്ക് വരും. അന്ന് നൈറ്റ് ഹീറോയിനെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പുള്ളി ഹീറോയോട് പറയും, ഞാൻ നിനക്കൊരു പുതിയ ട്രക്ക് വാങ്ങിത്തരാം, നീ നോർത്തിലേക്ക് പോച്ചാൽ സൗത്തിലേക്ക് പോക്കോളാം, നമുക്ക് രണ്ടുപേർക്ക് കൂടെ ആ ബിസിനസ് വലുതാക്കാമെന്ന് പറയും. അതോടൊപ്പം തന്നെ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറന്നേക്കാം, നീ ഇനി അതിനെപ്പറ്റി ഓർക്കുകയോ വേണ്ടെന്ന് പറയും. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഹീറോയും ഒരു മാരേജ് ചെയ്യും. ആ ടൈമിലാണ് ഇവരിത് ഫാമിലി ഫോട്ടോ എടുക്കാൻ നേരം ഹീറോയിനും തമ്മിൽ നോക്കുന്ന ഈ ഒരു സീനിയും നമുക്ക് പിടികിട്ടും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഈ ഒരു സീനോടുകൂടിയുമാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി മൂവീസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.